ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ സൂറിച്ചിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇൻ്റർലേക്കണിലോട്ട് പോവുകയാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 10 മണിക്കാണ് നമ്മുടെ ചെക്കൗട്ട് ടൈം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടെ അടുത്ത് ഏതെങ്കിലും ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ സ്വിറ്റ്സർലാൻഡ് എപ്പോഴും എക്സ്പെൻസ് ഒരു സിറ്റിയാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പ്രൈസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിനകത്ത് ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എന്നാലും പുറത്ത് ഷോപ്പിംഗ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രാം കയറിയിട്ട് എയർപോർട്ടിൽ പോയി അവിടുന്ന് ബസ് കയറിയിട്ട് പോവാനാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് നമ്മളോട് പറഞ്ഞത് ഹോട്ടലിൽ. അപ്പോൾ ഞങ്ങൾ മഴയത്ത് അവിടുന്ന് നമുക്ക് ഹോട്ടലിൽ നിന്ന് കുട കിട്ടും, പക്ഷേ നമ്മൾ 20 യൂറോ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. കുട തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവർ ആ പൈസ തിരിച്ചു തരും. അപ്പോൾ നമുക്ക് കുട കിട്ടി. അങ്ങനെ നമ്മൾ ട്രാമിൽ ടൈമിങ് നോക്കി എപ്പോഴാണെന്നൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ എയർപോർട്ട് എത്തി. അവിടെ ആണെങ്കിൽ റെഡ് ഫ്ലവേഴ്സ്, ഇതിന് എന്തൊരു പേര് പറയും, ഞാനിപ്പോൾ മറന്നുപോയി. ഭയങ്കര ഒരു മണമാണ് കേട്ടോ അതിൻ്റെ ഇലയ്ക്ക്. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ പില്ലർ പോലെ അത് ഇട്ടേക്കുന്നത്. ഇത് മാത്രമല്ല ഒരുപാട് ചെടികളുണ്ടായിരുന്നു അവിടെ. മഴയായതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിലെത്തി. അവിടുന്ന് നമ്മളൊന്നും മേടിച്ചില്ല, കാരണം ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു. മനുവായിട്ടൊരു സ്വിസ് നൈഫ് മാത്രം മേടിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി തിരിച്ചു പോകണം. 10 മണിക്ക് അവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. ഭയങ്കര കാറ്റും മഴയും തണുപ്പും. മഴ കാറ്റും മഴയും തണുപ്പ്. ബസ് വരാൻ സമയമുണ്ട്, ഇനി 2 മിനിറ്റ്. അങ്ങനെ നമ്മൾ സൂറിച്ചിലെ 2 ഡേയ്സ് സ്റ്റേ കഴിഞ്ഞ് സൂറിച്ച് ടു ഇൻ്റർലേക്കൻ 2 ഡേയ്സ് ഇനി അവിടെയാണ്. സൂറിച്ച് ടു ഇൻ്റർലേക്കൻ. ഇനി നമ്മൾ ഇൻ്റർലേക്കൺ പോവുകയാണ്. ഒരു 2-2.5 മണിക്കൂറോളം ട്രാവലുണ്ട്. ഒരു 3 മണിക്കൂറിനകത്ത് ട്രാവലുണ്ട് എന്തായാലും. നല്ല മഴയുണ്ടായിരുന്നു. ഇങ്ങോട്ടൊന്നും അധികം മഴയുള്ളത് കണക്ക് തോന്നുന്നില്ല. നല്ലൊരു ട്രെയിൻ ജേണി ആയിരുന്നു. ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഫാം, പിന്നെ കൃഷി, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്ന ഇൻ്റർലേക്കൺ എന്നാണ് ഇനി നമുക്ക് ടോപ്പ് ഓഫ് യൂറോപ്പിൽ പോവേണ്ടത്. പിന്നെ ഇൻ്റർലേക്കൺ വ്യൂ കാണാൻ പോകേണ്ടത്. പിന്നെ അവിടെ കുറേ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർലേക്കൺ മെയിൻ സിറ്റിയിൽ നിന്ന് നമുക്ക് റൂം ബുക്കിംഗ് കിട്ടിയില്ല. റൂമൊക്കെ ഫുള്ളായിരുന്നു. ഈ സമയത്താണെങ്കിൽ സീസൺ ആയതുകൊണ്ട് റൂമെല്ലാം ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടർഫുട്ടിയുടെ ഒരു വ്ളോഗിൽ അവിടെ യൂത്ത് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലിൽ റൂം റെൻറ്റ് കുറവാണ്. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ നമുക്ക് ട്രെയിനൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ അടുത്ത് നിന്ന് തന്നെ ട്രെയിൻ എടുക്കാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ റൂം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ബീറ്റൻബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ബസ്സിന് പോകണം. ഒരു 20 മിനിറ്റ്സ് ഉണ്ട്, 15 to 20 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് റൂം കിട്ടിയത്. റെജീന എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ. അപ്പോൾ നമ്മൾ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ പോയി ചെക്ക് ഇൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല കാഴ്ചകളുണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. മഞ്ഞുമല ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. മഴയും, ഒരു വല്ലാത്തൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ള് നനയോന്ന് പേടിച്ചു, പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു സംഭവം കൂടി ഉണ്ടായി. നമ്മൾ പാരീസിൽ നിന്ന് എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മുടെ ഒരു ട്രോളി ബാഗ്, നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന ട്രോളി ബാഗ് ഒരെണ്ണം കംപ്ലീറ്റ് ബ്രോക്കായി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീലൊക്കെ പോയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ നമ്മൾ എയർപോർട്ടിൽ പോയി ഒരു ട്രോളി ബാഗ് മേടിച്ചു. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ എക്സ്പെൻസ് അങ്ങനെയായി. ഒരു ബാഗ് മേടിച്ചപ്പോഴത്തേക്കൊരു അറൗണ്ട് 200 എത്രയോ ആയി ബാഗിന് വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ കുറച്ച് എക്സ്പെൻസ് ആയി. അപ്പോൾ മറ്റേ ബാഗ് നമ്മളവിടെ കളഞ്ഞിട്ട് പുതുതായിട്ട് മേടിച്ച ബാഗിൽ, അതിനാണെങ്കിൽ അധികം വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എത്ര വെയിറ്റ് വേണമെങ്കിലും വയ്ക്കാം. അതൊരു ലാഭമായി. ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ പോകുന്ന വഴിക്ക്.
പശുക്കൾ ചിഹ്നം. ചിലയിടത്ത് ട്രെയിൻ സ്ലോലി പോവും, ചിലയിടത്ത് നല്ല സ്പീഡിന്. ഇത് ഇന്നലെ നമ്മൾ ഇവിടെ പോയി റെയിൻ വാട്ടർഫാളിൽ പോയതുപോലത്തെ ഒരു വ്യൂ. അതിനെ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് ഞാൻ മനോട്ടൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. മനോട്ടനാണെങ്കിൽ എന്നെ വീഡിയോ എടുത്ത് വെച്ച് പുറത്തെ വീഡിയോ എടുക്കാണ്ട് വെള്ളത്തിൻ്റെ ഒക്കെ കളർ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഇന്നലെ മറ്റേ റെയിൻ വാട്ടർ ഇല്ലേ, അതിനെക്കാട്ടി നല്ല ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുളിക്കാനും സ്വിമ്മിങ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ചെറിയ ഇന്നലെ നമ്മൾ ഇവിടെ റെയിൻ വാട്ടർഫാളിൽ പോയപ്പോഴത്തേക്കും ചെറിയൊരു പാർക്ക് പോലെ കണ്ടല്ലോ, അതുപോലെ ഇവിടെ എല്ലായിടത്തും അങ്ങനെ ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട് ഇതിൻ്റെ കരയിൽ തന്നെ. അപ്പോൾ അവിടെ പബ്ലിക്കിന് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും, അത് പ്രൈവറ്റ് ആണോ എന്ന് അറിയില്ല. അടുത്ത് പോയി കഴിഞ്ഞാലേ അടുത്തായിട്ടുള്ളത് കാണുന്നുള്ളൂ, ഫോർവേഡ് ആയിട്ടില്ല കാണുന്നില്ല. ലോങ് ജേണി ആണെങ്കിൽ ഒരു മടുപ്പൊന്നുമില്ല, നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു, നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് അവിടെ എത്തുമ്പോഴുള്ള ഒരു ആകാംക്ഷയുണ്ടല്ലോ, അതും ഒക്കെ കൊണ്ട് നമുക്ക് മടുപ്പൊന്നുമില്ല. ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണാനുള്ളത് കൊണ്ട് ഇങ്ങനത്തെ കാഴ്ചകളൊന്നും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കണ്ണിൽ നേരെ കാണുന്നത്. വീഡിയോയിൽ അത് എത്രത്തോളം വരുമെന്നറിയത്തില്ല, പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇവിടെയൊക്കെ ട്രെയിൻ നല്ല സ്പീഡിന് ഓടുകയാണ്. ഇതൊക്കെ ഓരോ പാടമാണ് കേട്ടോ, കൃഷിയാണത്. മുന്തിരിയുടേത്, പിന്നെ ഇതുണ്ടല്ലോ പ്ലം. അവിടെയൊക്കെ പശുക്കളുണ്ട് കേട്ടോ, പശുക്കൾ മേയുന്നുണ്ട്. ഈ കാട് കഴിഞ്ഞ സ്റ്റോപ്പാണ്. കുറച്ചുകൂടി ചരിച്ചാല ആപ്പിൾ ഫാമാണ് ഇപ്പൊ കണ്ടത് കേട്ടോ. ആപ്പിള് മരത്തുനിന്നെടുത്ത് ഇത് പാക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് അയക്കുമല്ലോ, ആ ഒരു ഇതായിരുന്നു. എന്താ ഗ്രീൻ ഫാം അങ്ങനെ ഉള്ള ഒരു ഇതായിരുന്നു. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ അപ്പൊ തന്നെ. നമുക്കിപ്പോ ഇന്റർലേക്കൺ ചെന്നിട്ടും എത്ര ദൂരമുണ്ട് നമ്മൾ താമസിക്കുന്ന അവിടേക്ക്, ബസ് കയറി ഏത് ബസ്സിനാ പോകേണ്ടതെന്നൊക്കെ ഇനി നോക്കണം അവിടെ ചെന്നിട്ട്. മഴ ഉണ്ടാവാണ്ടിരുന്നാൽ മതി, ലഗേജൊക്കെ ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടാവാണ്ടിരുന്നാൽ മതി എന്നായിരുന്നു. ഇത് കുറച്ച് താമസിക്കുന്ന സ്ഥലങ്ങൾ പോലെ ഉള്ളൊരു ഏരിയ. നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണത്തില്ലേ, അത് കണക്കത്തെ കുറേ ഇവിടെയൊക്കെ. ഈ ഒരു ദിവസം സൺഡേ ആയതുകൊണ്ട് ചർച്ചിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നതും, പിന്നെ പ്രാർത്ഥന, പിന്നെ ഈ സെമിത്തേരിയിൽ പൂവൊക്കെ വയ്ക്കുന്നതും, അങ്ങനത്തെ കുറേ കാഴ്ചകൾ നമ്മളിവിടെ കണ്ടു കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട്. ഇത് ഓരോരുത്തരുടെ വീടാണ്, സെൽഫ് മതിലൊക്കെ കെട്ടി വെച്ചിട്ട്. അതേ റിസോർട്ട്സ് ആണോ സ്ഥലമാണല്ലോ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ലഗേജൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. ഇനി ഇവിടെ നിന്നിട്ട് ഒരുപാട് നമ്മൾ ഓൾമോസ്റ്റ് ഇന്റർലേക്കൺ എത്തി. ഇനി ഇവിടുന്ന് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ താഴെ വന്ന് നിന്നിട്ട്
അവിടെ ആണെങ്കിൽ വലിയ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ കൂടി ഫുള്ള് കാണാം. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി വന്നിട്ട് അവിടെ വന്നു നിന്ന് ലഗേജൊക്കെ എടുത്ത്. അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ ഒരു 2-3 സ്റ്റോപ്പും കൂടി ഈ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കും കണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ താഴെ ഇറങ്ങി വന്നു. അപ്പം ഞാനീ നോക്കുന്നത് ടോപ്പ് ഓഫ് യൂറോപ്പിൻ്റെ ആ ഒരു മഞ്ഞുമല അത് കാണാൻ പറ്റുമോ. ഇത് നോക്കി എന്ത് ഭംഗിയെന്ന്. നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ വിൻഡോസിലൊക്കെ കാണുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പ്രകൃതി അനങ്ങാണ്ട് ഇങ്ങനെ ആ ഒരു ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇറങ്ങി പുഴയിൽ മഴ പെയ്യുന്നുണ്ടല്ലോ. വാക്കുകളില്ല കേട്ടോ ഇതിനെ പറ്റിയിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട്. കുറെ വീഡിയോസ് എടുത്തില്ല, കാരണം നമ്മള് ആ ഭംഗി പറഞ്ഞു കൊടുക്കുന്ന കാര്യം മറന്നുപോയി. അതിൽ തന്നെ ഞാൻ ചേർന്ന് നിന്നു. ട്രെയിൻ നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഓരോ നല്ല അട്രാക്ഷൻ ഉള്ള സ്ഥലത്ത് ട്രെയിൻ നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇതൊക്കെ നോക്കി ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി റോഡ് ട്രിപ്പ് പോവുകയാണെങ്കിൽ ഭയങ്കര. പിന്നെ ഇവിടെ ടൂറിസത്തിന് പ്രകൃതി ഭംഗിക്കും ഒരുപാട് ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. അപ്പം ഈ ഓരോ വീടുകളിലാണെങ്കിലും അവരുടെ പ്രോപ്പർട്ടിയിലാണെങ്കിലും ഗാർഡനിങ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഫൈൻ കിട്ടും. ഈ പുല്ലിൻ്റെ വളർച്ചയൊക്കെ ഒരു 5 അടി 7 ഇഞ്ചിൽ കൂടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫൈൻ കിട്ടും. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എപ്പോഴും അവരുടെ സെൽഫ് പ്രോപ്പർട്ടി ആണെങ്കിലും വാടകയ്ക്കാണെങ്കിലും എന്താണെങ്കിലും അവരതിനെ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ ഫൈൻ കിട്ടും. ക്രൂയിസ് ഇഷ്ടപ്പെട്ടു. നമ്മളെ ഇന്റർലേക്കാണ് എത്തി കേട്ടോ. ഒരു വ്യൂ കാണിച്ചത് ഇതേ നോക്കൂ, മഞ്ഞുമല. മഴ ഇതായതുകൊണ്ട് ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് ബസ് കയറിയിട്ട് നമ്മൾ താമസിക്കുന്ന ബീറ്റൻബർഗ് പോകണം. അതുണ്ടോ പാരാഗ്ലൈഡിങ് ചെയ്യുന്നതുണ്ടോ മുകളിൽ, മലയുടെ മുകളിൽ. ശരിക്കും നമ്മൾ ആ മലയുടെ മുകളിലാണ് പോവേണ്ടത് കേട്ടോ. ചുരം കയറി പോകുന്ന കണക്ക് കയറി പോകണം. ഇനിയൊരു ബസ് ജേണിയാണ്. ബസ്സിൽ ഇനി തിരക്കുണ്ടാവോ ഒന്നും അറിയത്തില്ല. നമ്മൾ ബസ് കയറി ലഗേജൊക്കെ വെച്ച് സെറ്റായി. ഇനി നമുക്ക് ചുരം കയറി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പോവാം. ഇത് നോക്കി എന്താ ഭംഗി. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് ക്യാമറയിൽ എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, പക്ഷെ ഒന്ന് നേരിട്ട് കാണുമ്പോണ്ടല്ലോ ഇതൊക്കെ എന്താ ഭംഗി. വെള്ളത്തിന്റെ ഒക്കെ ഒരു കളർ. നമ്മളടുത്ത് ഒരു ഫാമിലി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ നല്ല സംസാരമായിരുന്നു ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട്. നമ്മളൊക്കെ എക്സൈറ്റഡ് ആയിരുന്നു. കുട്ടികൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ ചുരം കയറി ഇങ്ങനെ വളഞ്ഞ് കയറി നമ്മൾ താമസിക്കുന്ന ഈ ബസ്സിൻ്റെ സ്റ്റോപ്പ് ഇറങ്ങിയിട്ടും ഈ ബസ് 2-3 സ്റ്റോപ്പ് കൂടെ പോകുന്നത്. നമ്മൾ താമസിക്കുന്നതല്ലേ ഉണ്ട്. ഇതൊക്കെ ഓരോ റിസോർട്ടാണ് കേട്ടോ, താമസിക്കുന്ന സ്ഥലങ്ങൾ. ശരിക്കും എനിക്ക് ഈ ഒരു ജേണിയിൽ എനിക്ക് തോന്നി നമുക്ക് ആ മെയിൻ സ്ഥലത്ത് റൂം കിട്ടാത്ത നന്നായി.
അതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും സ്ഥലങ്ങളും ഇത്രയും ഭംഗിയൊക്കെ കാണാൻ പറ്റിയത്. നമ്മൾ താമസിക്കുന്ന സ്ഥലം എത്തി കേട്ടോ. അതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഇതാണ് അവിടെ നിന്നുള്ള റോഡ്. ഇത് ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ താക്കോലും നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ ഒരു നോട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് ചെക്കിൻ ഇത് തന്നെയാണ് ചെക്കിൻ. നമ്മൾ ഈ കീ എടുക്കുന്നത് തന്നെയാണ് ചെക്കിൻ, വേറെ ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാനാണ് നോക്കിയത്. കുറേ സമയമായല്ലോ ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു ടിബറ്റൻ ബോയ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഹൈദരാബാദിലാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും നല്ല ഫുഡ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്തതാണിത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഭയങ്കര സോസ്, ഭയങ്കര ഒരു പുളിപ്പായിരുന്നു സോസിൻ്റെ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു, പക്ഷെ സോസ് എനിക്ക് ഒട്ടും പറ്റിയില്ല. നമ്മൾ റൂമിലേക്ക് പോവാണ്. അവിടെ ലിഫ്റ്റ് ഇല്ല. 2nd ഫ്ലോർ വരെ നമ്മൾ ഈ ലഗേജും കൊണ്ട് നടന്നു പോകണം. നമ്മൾ റൂമിലെത്തി. റൂമിൻ്റെ ഒരു വ്യൂ, എൻ്റെ ദൈവമേ, പൊളി വ്യൂ ഉള്ളൊരു റൂമായിരുന്നു കേട്ടോ. നമ്മൾ എടുത്തതിൽ ഏറ്റവും ലോ കോസ്റ്റ് റൂം ഇതാണ്. പക്ഷെ ഇതിൻ്റെ ആ ഒരു സ്ഥലവും ആംബിയൻസും ഓടിക്കളിക്കേഷനും വ്യൂ എല്ലാം ഒരേ പൊളിയായിരുന്നു കേട്ടോ. വലിയൊരു വിൻഡോ, അതിലെ കൂടി ഈ ഒരു വ്യൂ, ബാൽക്കണി വ്യൂ. ഇനി നമുക്ക് ഇന്റർലേക്കൺ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോകണം, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട്. അപ്പോൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.